വലിയ സാമ്പത്തിക നിക്ഷേപങ്ങളോ റിയൽ എസ്റ്റേറ്റ് ആസ്തികളോ ആവശ്യമില്ലാതെ തന്നെ ഇന്ത്യക്കാർക്ക് UAE ഗോൾഡൻ വിസ സ്വന്തമാക്കാൻ പുതിയൊരു അവസരം തുറന്നിരിക്കുകയാണ്. പ്രധാനമായും നോമിനേഷൻ അടിസ്ഥാനമാക്കിയുള്ള ഈ നൂതന വിസ നയം മുൻപ് നിലവിലുണ്ടായിരുന്ന കടുത്ത സാമ്പത്തിക നിബന്ധനകളിൽ കാര്യമായ ഇളവുകൾ വരുത്തിക്കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. നേരത്തെ ഗോൾഡൻ വിസ നേടാൻ UAEയിലെ ബിസിനസ്സുകളിലോ വസ്തുവകകളിലോ കുറഞ്ഞത് 2 ദശലക്ഷം ദിർഹമിന്റെ നിക്ഷേപം നിർബന്ധമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം വെറും 1 ലക്ഷം ദിർഹം അടച്ച് ഗോൾഡൻ വിസ സ്വന്തമാക്കാൻ സാധിക്കും. ഇത് ഇന്ത്യൻ മണി ഏകദേശം 23.30 ലക്ഷം രൂപ വരും. മാറ്റം സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിലൂടെ ചെറുകിട നിക്ഷേപകർക്കും വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവർക്കും പ്രതിഭകൾക്കും UAEയിൽ താമസിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഈ പുതിയ നയം ഇതിനോടകം തന്നെ 5000-ൽ അധികം ഇന്ത്യക്കാർക്ക് ഗോൾഡൻ വിസ നേടാൻ വഴിയൊരുക്കിയതായി UAE അധികൃതർ വ്യക്തമാക്കി. ഇത് ഈ പുതിയ വിസ സൗകര്യത്തിന്റെ വലിയ സ്വീകാര്യതയും പ്രാധാന്യവും വ്യക്തമാക്കുന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്കും ഈ പുതിയ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇന്ത്യക്കാർക്കായുള്ള ഈ വിസയുടെ ആദ്യഘട്ട പരീക്ഷണങ്ങളുടെ ചുമതല പ്രമുഖ കൺസൾട്ടൻസി സ്ഥാപനമായ റിയാദ് ഗ്രൂപ്പിനാണ് UAE സർക്കാർ നൽകിയിരിക്കുന്നത്. റിയാദ് ഗ്രൂപ്പ് MD കമൽ അയ്യൂബ് ഈ നീക്കം ഇന്ത്യക്കാർക്ക് ലഭിച്ച ഒരു അതുല്യമായ അവസരമാണെന്ന് ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമുള്ള ഈ പ്രാഥമിക പരീക്ഷണങ്ങൾ വിജയകരമായാൽ ഈ വിസ സൗകര്യം മറ്റ് പങ്കാളി രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ UAEക്ക് പദ്ധതിയുണ്ട്. ഇത് ആഗോളതലത്തിൽ UAEയുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കും. പുതിയ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുന്നതെന്ന് കമൽ അയ്യൂബ് വ്യക്തമാക്കി. ഇവരുടെ സാമൂഹ്യമാധ്യമ അക്കൗണ്ടുകളും അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കപ്പെടും. ഈ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും UAEയുടെ ആഭ്യന്തര സുരക്ഷയും സാമൂഹിക ഭദ്രതയും ഉറപ്പാക്കാനുമാണ്. കൂടാതെ അപേക്ഷകരുടെ പ്രൊഫൈൽ UAEയുടെ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങളുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നും വിലയിരുത്തും. അതായത് സംസ്കാരം, ധനകാര്യം, വ്യാപാരം, ശാസ്ത്രം, സ്റ്റാർട്ടപ്പുകൾ, പ്രൊഫഷണൽ സേവനങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ UAEയിലെ വിപണികൾക്കും ബിസിനസ്സുകൾക്കും അപേക്ഷകരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ലഭിക്കുമോ എന്നും പരിഗണിക്കും. ഈ സമഗ്രമായ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം റിയാദ് ഗ്രൂപ്പ് അപേക്ഷകൾ UAE സർക്കാരിന് കൈമാറും. അപേക്ഷകളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് UAE സർക്കാർ അധികൃതരായിരിക്കും. ഇത് പ്രക്രിയയുടെ സുതാര്യതയും നിയന്ത്രണവും ഉറപ്പാക്കുന്നു. അപേക്ഷാ നടപടികളുടെ ഭാഗമായി അപേക്ഷകർക്ക് ദുബായ് സന്ദർശിക്കേണ്ടി വരും. ഇതിനായി മാതൃരാജ്യത്ത് നിന്ന് ആവശ്യമായ അനുമതിയും നേടേണ്ടതുണ്ട്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും വിസ സർവീസ് കമ്പനി സെന്ററുകൾ, അംഗീകൃത ഓഫീസുകൾ, ഓൺലൈൻ പോർട്ടലുകൾ, കോൾ സെന്ററുകൾ തുടങ്ങിയവ വഴി അപേക്ഷകൾ സമർപ്പിക്കാമെന്നും കമൽ അയ്യൂബ് അറിയിച്ചു. ഇത് അപേക്ഷാ പ്രക്രിയയെ കൂടുതൽ ലളിതവും കൂടുതൽ ആളുകളിലേക്ക് എളുപ്പത്തിൽ എത്താവുന്നതുമാക്കുന്നു. വസ്തുവകകളുടെ അടിസ്ഥാനത്തിലുള്ള ഗോൾഡൻ വിസ UAEയിലെ വസ്തുവകൾ വിൽക്കുകയോ ഭാഗം ചെയ്യുകയോ ചെയ്താൽ സാധുത നഷ്ടപ്പെടുന്നു. എന്നാൽ നോമിനേഷൻ അടിസ്ഥാനത്തിലുള്ള പുതിയ വിസയ്ക്ക് കാലാവധിയുടെ കാര്യത്തിൽ വലിയ സ്ഥിരതയുണ്ട്. അത് എക്കാലവും നിലനിൽക്കും എന്നൊരു പ്രധാന നേട്ടമുണ്ട്. ഈ വിസയുള്ളവർക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഡ്രൈവർമാരെയും UAEയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് വിസ ഉടമകൾക്ക് UAEയിൽ കൂടുതൽ സ്ഥിരതാമസവും വ്യക്തിപരമായ സൗകര്യങ്ങളും നൽകുന്നു. കൂടാതെ UAEയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനോ പ്രൊഫഷണൽ ജോലികളിൽ ഏർപ്പെടാനോ ഈ പുതിയ വിസ വലിയ സഹായകമാകും. ഈ പരിഷ്കാരം കൂടുതൽ നിക്ഷേപകരെയും വിദഗ്ധരെയും UAEയിലേക്ക് ആകർഷിക്കാനും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAEയുടെ ഭാവി വികസനത്തിൽ ഈ പുതിയ വിസ നയം ഒരു നിർണായക പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട്. ഇത് പ്രാദേശികവും ആഗോളവുമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. ഈ പരിഷ്കാരം കൂടുതൽ നിക്ഷേപകരെയും വിദഗ്ധരെയും UAEയിലേക്ക് ആകർഷിക്കാനും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAEയുടെ ഭാവി വികസനത്തിൽ ഈ പുതിയ വിസ നയം ഒരു നിർണായക പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട്. ഇത് പ്രാദേശികവും ആഗോളവുമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. ഈ മാറ്റങ്ങൾ UAEയെ ലോകത്തിലെ പ്രധാന ബിസിനസ് ജീവിത കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ സഹായിക്കുമോ എന്ന് വരും നാളുകളിൽ വ്യക്തമാകും.